രാസപഞ്ചാധ്യായി. നേരത്തെ നമ്മൾ പറഞ്ഞു 29 മുതൽ 33 വരെയുള്ള 5 അധ്യായങ്ങളാണ് രാസപഞ്ചാധ്യായി എന്ന് സൂചിപ്പിക്കുക. അതിൽ 29ാമത്തെ അധ്യായം 1ാമത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ചില കാര്യങ്ങൾ എടുത്തു പറയാൻ കാര്യം സമയത്തിൻ്റെ പരിമിതി കൊണ്ടും നമ്മുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടും ഒക്കെ നമുക്ക് സ്പർശിച്ചു പോകാനേ സാധിക്കുന്നുള്ളൂ എന്നാണ്. പിന്നെ അത്രയെങ്കിലും സാധിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഗുരുനാഥൻ്റെ അനുഗ്രഹം, അത് തുടരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി 30ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാവുന്നത്. അതിനോടനുബന്ധിച്ച് സൂചിപ്പിക്കാവുന്ന ഒരു കാര്യം, ഭഗവതിൻ്റെ ലീലകളെ ഒരുപാട് സംഗ്രഹിച്ചാണ് ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയത്. അതുല്യമായ ഒരു പ്രത്യേകത തന്നെ അതിൽ സൂചിപ്പിച്ചു. ഭാഗവതത്തിൻ്റെ 18,000 ഗ്രന്ഥങ്ങളെ മുഴുവൻ സമ്മറൈസ് ചെയ്ത് 1020 ശ്ലോകമായിട്ട് എടുത്തു. പക്ഷെ അങ്ങനെ സംഗ്രഹിച്ചു ഒരുപാട് ഉപദേശങ്ങൾ, സ്തുതികളൊക്കെ വിട്ടു. പക്ഷേ രാസലീലയ്ക്ക് 5 ദശകങ്ങൾ ഉപയോഗിച്ചു. അത് പറയാൻ വേണ്ടി സൂചിപ്പിച്ചു. ഇപ്പം രാസപഞ്ചാധ്യായി എന്ന് പറയുന്ന പോലെ രാസപഞ്ചദശകാധ്യായി 5 ദശകങ്ങളും അവിടെ ഉപയോഗിച്ചു. കാരണം അത്ര പവിത്രമായ ഒരു ഭാഗമാണ് ഭാഗവതത്തിൽ. നേരത്തെ സൂചിപ്പിച്ച പോലെ ശരിയായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. ഏതായാലും ഭഗവാൻ അപ്രതീക്ഷിതമായിട്ട് ഇവരെ വിട്ടുപിരിഞ്ഞതോടുകൂടി അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൽ അന്തർഹിതേ ഭഗവതി സഹസൈവ വൃജാംഗനാഹ സഹസാ ഏവ, അതാണ് സഹസൈവ എന്ന് സൂചിപ്പിക്കും. പെട്ടെന്ന് ഭഗവാൻ മറഞ്ഞതോടുകൂടി ഇവർ ആകെ വല്ല. അതിനുദാഹരണം സൂചിപ്പിച്ചത് തന്നെ അനേകം പിടിയാനകളെ നയിച്ചു കൊണ്ടുപോകുന്ന ആ ആനയെ പെട്ടെന്നില്ലാതായ പോയതുപോലെ. കാരണം സംഘമായിട്ടിങ്ങനെ പോകുന്നതൊരു ആനയുടെ ഇതിലാണ്. പെട്ടെന്ന് ഇപ്പോഴത്തേക്ക് അവർക്ക് വല്ലാതെ പ്രയാസമായി പോയി സൂചിപ്പിച്ചു. പിന്നീട് അവരുടെ അവസ്ഥ സൂചിപ്പിക്കുകയാണ്. ഗത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതൈഃ മനോരമാലാപവിഹാര വിഭ്രമൈഃ ആക്ഷിപ്തചിത്താ പ്രമദാരമാപതേ താസ്താ വിചേഷ്ടാ ജഗൃഹു തദാത്മികാഃ. അവർക്ക് പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ, നമുക്കൊക്കെ അറിയാം, ഏതും പെട്ടെന്നുണ്ടാകുന്ന ഒരിതിലുള്ള നമ്മുടെ പ്രകടനം നമ്മുടെ ഉള്ളിലുള്ള ശരിയായ ഭാവത്തെ പ്രകടമാക്കും. അതുവരെയുള്ളത് നമ്മുടെ അസ്യൂംഡ് ഭാവങ്ങളാണ്. പലപ്പോഴും നമുക്ക് ഇല്ലാത്ത, സ്വതവേ ഇല്ലാത്തതിനെ പല ഭാവങ്ങളെയാണ് നമ്മൾ പലയിടത്തും പ്രകടമാക്കാറുള്ളത്. പക്ഷേ ഈ സ്പോണ്ടേനിറ്റി കൊണ്ടുവരുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഭാവമായിരിക്കും പ്രകടമാക്കുന്നത്. അതിവിടെ ഗോപികമാർക്ക് ശരിയായിട്ട് അനുഭവമായി എന്നർത്ഥം. അപ്പോൾ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവർ ഭഗവാനെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന പോലെ അവർ ആ എന്താ പറയുക താതാത്മ്യം പ്രാപിച്ചിട്ട്, ആ വാക്ക് താതാത്മ്യം എന്ന് തന്നെ ഇവിടെ ഉപയോഗിച്ച വാക്കാണ്, അത് ഓരോന്നിവർ അഭിനയിക്കാൻ തുടങ്ങി. ഭഗവാൻ ഇങ്ങനെ നടന്നെന്നും ഇങ്ങനെ പറഞ്ഞു എന്നും ഉള്ള കാര്യങ്ങളൊക്കെ താഹ താഹ വിജേഷ്ടാഹ ഓരോന്ന് പറയുക മാത്രമല്ല, അതിനനുസരിച്ചുള്ള അല്ലേ. അപ്പം ശരീരവും മനസ്സും ബുദ്ധിയും പൂർണ്ണമായിട്ട്, ഇതാണല്ലോ നമ്മുടെ 3 ഉപാധികൾ. ഗുരുദേവൻ്റെ ഇത് കണ്ട അറിയാം, BMI ചാർട്ട് എന്നാണ് അതിന് പറയുന്നത് തന്നെ. ബോഡി മൈൻഡ് ഇൻ്റലക്റ്റ് കോംപ്ലക്സ് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുക എന്നത്. ആ ബോഡി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ, അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ തലത്തിലും മനസ്സിൻ്റെ തലത്തിലും ബുദ്ധിയുടെ തലങ്ങളിലുമൊക്കെ വ്യവഹാരങ്ങളെ ഭഗവന്മയമാക്കാൻ തുടങ്ങിയവർ എന്നർത്ഥം. ഭക്തിയുടെ ഒരു ഭാവമായിട്ട് ഇതിനെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെയൊക്കെയുള്ള ഒരു വലിയ പ്രത്യേകത, ഇംഗ്ലീഷിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ടു ദി എക്സ്ക്ലൂഷൻ ഓഫ് ഓൾ അതർ തോട്ട്സ്, നല്ലൊരു വാക്ക്, പലപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് അതാണ്. ടു ദി എക്സ്ക്ലൂഷൻ ഓഫ് ഓൾ അതർ തോട്ട്സ്, മറ്റെല്ലാ ചിന്തകളെയും, ചിന്തകളാണല്ലോ നമ്മുടെ എല്ലാറ്റിനുമുള്ള
ഹമ്പിൾ ബിഗിനിങ്. ആ എല്ലാറ്റിനെയും വിട്ടിട്ട് ആ ഒരു സിംഗിൾ രാജാവിനെ ഒരിക്കൽ സൂചിപ്പിച്ചത് തന്നെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രയോജനമുണ്ട്. ഒരു സ്റ്റേജിൽ ഈ പറഞ്ഞ വാക്ക് ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് ഓൾ അതർ തോട്ട്സ്, അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഇതിലേക്ക് ഒറിജിനൽ മീയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ അവിടെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളോ വാക്കുകളോ ഒന്നും പോലും വിട്ടുകളയരുതെന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ പറയുക, ചിന്തിക്കരുതെന്നർത്ഥം. പറഞ്ഞോളൂ. ഒരു വിഷ്വൽ തിങ്കിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, അങ്ങനെ ആയിക്കോട്ടെ എന്നർത്ഥം. അത് വന്നത് ഭക്തിയുടെ പല ഭാവങ്ങൾ. കാരണം ഇത് ഹാർഡ് ആൻഡ് ഫാസ്റ്റായിട്ട് ഇന്നതേ ഒന്നും പറയാൻ പറ്റില്ല എന്നർത്ഥം ഈ വിഷയത്തിൽ. അതുകൊണ്ട് അങ്ങനെ അത് വിവരിച്ചുള്ളൂ. അപ്പോൾ അവർ ഇവിടെ ഭഗവാന്റെ ആ ഓരോ ഭാവങ്ങളെ അവിടെ വരുന്നത് തന്മയീ ഭാവം, തത് മയീ ഭാവമാണ് തന്മയീ ഭാവം എന്ന് പറയും. ശരിക്കും ഐഡൻറ്റിഫിക്കേഷൻ്റെ തന്നെ സൂചിപ്പിക്കുന്നതെന്നർത്ഥം. അപ്പം ഞാൻ അതാണ് അതിന് ഈ അടുത്ത് വരുന്ന ഭാഗങ്ങളെ പ്രത്യേകം സൂചിപ്പിക്കുന്നർത്ഥം. ആ ഓരോ ഭാഗങ്ങൾ അവർ അത് പൂതനാമോക്ഷം മുതലുള്ള ലീലകൾ അവർ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. കാരണം ഇവർക്ക് ഫെമിലിയർ ആയിട്ട് കൂടുതൽ അടുപ്പം തുടങ്ങുന്ന അവിടെ മുതലാണല്ലോ. ഭഗവാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ലീല ആരംഭിക്കുന്നത് പൂതനാമോക്ഷത്തിൽ കൂടിയല്ലേ. അതൊക്കെ അവർ അതുപോലെ അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങിയെന്നാണ്. ഒരാൾ പൂതനയായിട്ട് ഭാവിക്കുക, ഒരാൾ കൊച്ചു കൃഷ്ണനെ ഇങ്ങനെ എടുത്തുകൊണ്ടായിട്ട് ഭാവിക്കുക. തത് മയീ ഭാവം, അത് അവർക്ക് വലിയ ഒരു നിലയിലേക്ക് അവരെ കമൻട്രിയിൽ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അവിടെ വരുമ്പോൾ ഉപാസകനും ഉപാസ്യനും ഉപാസനയും ഒന്നായിട്ട് തീരും. പണ്ഡിറ്റ്ജിയുടെ വാക്കുകളാണ്. അതാണ് ത്രിപുടി ഇല്ലാതാകുക എന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇതിലൊക്കെ സൂചിപ്പിക്കില്ല. ത്രിപുടി മുടിഞ്ഞെന്ന് തന്നെയാണ് ഗുരുദേവൻ ഉപയോഗിച്ച വാക്കത്. ഇല്ലാതാകണം. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഉപാസകനും ഉപാസ്യനും ഉപാസനയും ത്രിപുടി പറയുന്ന അതാണ്. ഭക്തൻ, ആരാധ്യൻ, ഭക്തി. അവിടെ എപ്പോഴും ഈ ത്രിപുടി നിൽക്കും. അത് എല്ലാം വിട്ടിട്ട് ആ ഒന്ന് മാത്രമായിട്ട് ഇത് ബോധ്യം വന്ന ആളെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ജ്ഞാനി ഭക്തനായിട്ട് വിശേഷിപ്പിക്കും. ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. 4 കൂട്ടർ സുഹൃതികളാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എങ്ങനെ ഭഗവാനെ ഭജിച്ചാലും അവരൊക്കെ സുഹൃതികളാണ്. കാരണം അവർ വേറൊന്നിനെ ഭജിക്കാനല്ലല്ലോ പോയത് അല്ലേ. ഏത് തരത്തിലായാലും എന്നിലേക്ക് വരുന്നവരെയൊക്കെ ഭഗവാൻ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഗ്യാരണ്ടി പറയുന്നത് അപിചേത് സുദുരാചാരഃ ഭജതേ മാം അനന്യഭാഗ്. സുദുരാചാരൻ അതിന് ഗുരുദേവ് ഉപയോഗിക്കുന്ന വാക്ക് വൺ ഹു ഹാസ് ഒബ്റ്റൈൻഡ് ഡോക്ടറേറ്റ് ഇൻ വൾഗാരിറ്റി എന്നാണ്. സുദുരാചാരൻ, വെറും ദുരാചാരനല്ല, പിന്നെ ദുരാചാരത്തിൽ ഡോക്ടറേറ്റ് എടുത്തുവെന്നാണ്. അഭി ആണെങ്കിൽ പോലും ഭജതേ മാം അനന്യഭാഗ്, എന്നിൽ അനന്യഭക്തി ഉറപ്പിച്ചിട്ടുണ്ടോ സാധു ഏവ സ മന്ദവ്യ, അവനെ സാധുവായിട്ട് നല്ലവനായിട്ട് തന്നെ കണക്കാക്കണം. ഇതെന്തായാലും ഗ്യാരണ്ടി ആലോചിച്ച് നോക്കുക. അപ്പോൾ ഏത് പ്രകാരത്തിലായാലും മനസ്സ് ഭഗവാനിൽ അങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അതിന് വളരെയധികം സഹായിക്കും ഈ ഒരു ഭാവം. അപ്പോൾ ആ തന്മയീ ഭാവത്തിലുള്ള അവരുടെ അനുഭവത്തെ അതാണ് ജ്ഞാനിഭക്തൻ്റെ കാര്യം സൂചിപ്പിച്ചത്. തേഷാം ജ്ഞാനി നിത്യയുക്തഃ ഏകഭക്തിർ വിശിഷ്യതേ. ആണ് ഈ ജ്ഞാനിയുടെ പ്രത്യേകത. അതാണെന്നർത്ഥം. ഏകഭക്തി, ഏകാന്തഭക്തി, അനന്യഭക്തി ഉറപ്പ് വന്നയാളാണ് ജ്ഞാനീഭക്തൻ. അതുകൊണ്ടാണ് ഈ 4 കൂട്ടരിൽ നിന്ന് സുഹൃതികളാണെങ്കിലും ജ്ഞാനിക്ക് പ്രത്യേക ഭാവം ഭഗവാൻ അവിടെ കൽപ്പിക്കുന്നു. അത് കമൻട്രിയിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ജ്ഞാനികൾ അവർ ഈ ഭാവത്തിൽ എത്തുന്നു. അവർ ആ തത്വവിചാരം ചെയ്ത് അല്ലേ. അതിനൊരാചാര്യം നല്ലൊരു ഉദാഹരണം ഒരിക്കൽ പറഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പങ്കുവയ്ക്കുകയാണ്. ബലൂണിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരാൾ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴത് ഇതാക്കിയിട്ട് പൊട്ടിപ്പോകുന്നു. ഞാനൊരു ചെറിയൊരു ഓട്ട അതിലുണ്ടെങ്കിലോ
ഇരുന്നവർ ഇത്രയായിരുന്നു കഴിയുമ്പോഴേ ഭക്തി കൊണ്ട് ഈ ഭാവം വരുന്നു, ജ്ഞാനം കൊണ്ട് ഈ ഭാവം. അപ്പം ഭക്തി കൊണ്ട് ജ്ഞാനം കൊണ്ട് എത്തിച്ചേരേണ്ട അവസ്ഥ ഒന്ന് തന്നെ. കാരണം ഇത് ആ തുടക്കത്തിലേ ഉള്ളൂ ഈ ഒരു ഇത് തോന്നുന്നത്, ഭക്തിയുടെ മാർഗം ജ്ഞാനമാർഗം എന്നൊക്കെ. എത്തിക്കഴിയുമ്പോൾ ഒന്ന് തന്നെ. അത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചു. അതുകൊണ്ട് അവർ ഓരോരുത്തരും ഞാൻ കൃഷ്ണൻ, വീണ്ടും ഹരിനാമകീർത്തന ഓർമ്മ അഹമേവ വിഷ്ണു അഹമേവ വിഷ്ണു എടുത്തു പറയും. പീലിയിൽ അത് പറയുന്നിടത്ത് എടുത്തു പറയും അഹമേവ വിഷ്ണു ഹരി. അറിയാതെ ആയാലും ആ ഒരു ഭാവത്തിലൊരു താതാത്മ്യം കുറച്ച് സമയത്തേക്കെങ്കിലും ഞാൻ എന്നുള്ള ചിന്ത വിടുന്നു. ദശമസ്കന്ധത്തിൽ ഒരു പൗണ്ഡ്രക വാസുദേവൻ്റെ കഥയുണ്ട്. ഒരിത്തിരി മന്ദബുദ്ധി, നമ്മൾ പറയുന്ന ഒരു സ്ക്രൂ ഇത്തിരി ലൂസാണ്. അപ്പോൾ താനാണ് വാസുദേവൻ അദ്ദേഹം ആൾക്കാർ പറഞ്ഞ് ഇളക്കുകയും കൂടെ ചെയ്തു എന്നർത്ഥം. എന്നിട്ട് ഒറിജിനൽ വാസുദേവൻ ഞാനാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ശരിക്കും ഭഗവാനെ വെല്ലുവിളിച്ചു എന്നർത്ഥം. ഞാനാണ് ശരിക്കുള്ള വാസുദേവൻ, നീ ഡ്യൂപ്ലിക്കേറ്റാണ്, അതുകൊണ്ട് ചിഹ്നങ്ങളൊക്കെ കൊണ്ട് സറണ്ടർ ചെയ്തോളൂ. അല്ലേ? ദ്വാരകയിലുള്ളവർ അന്ന് ഏറ്റവും കൂടുതൽ ചിരിച്ചു തന്നെന്ന് പറയാറുണ്ട്. പിന്നെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമല്ലോ, ഭക്തൻ്റെ ആഗ്രഹമല്ലേ. ഭഗവാൻ ചെന്ന് ആദ്യം ചക്രം അങ്ങോട്ട് അയച്ചു എന്നാണ് സുദർശൻ. ഓരോ ചിഹ്നങ്ങളായിട്ടല്ലേ തരാനൊക്കെ ഉള്ളൂ, ആദ്യം ഇതങ്ങോട്ട് പിടിച്ചോളൂ. പക്ഷെ അവിടെ സാരൂപ്യ മുക്തി കിട്ടിയെന്ന പൗണ്ഡക വാസുദേവന് സാരൂപ്യ മുക്തി കിട്ടി. എന്തുകൊണ്ട്? അഹമേവ. കോണ്ടക്സ്റ്റ് മനസ്സിലായല്ലേ? ഇപ്പോൾ ഗോപികമാർ ഈ ഭാവത്തിൽ ഓരോന്ന് ചെയ്യുമ്പോൾ അവർ താൻ സ്ത്രീയാണ്, താൻ ഗോപിയാണ്, ഞാൻ ഭർത്താവാണ്, ഇതൊക്കെ അങ്ങോട്ട് കുറച്ച് സമയത്തെങ്കിലും വിടുന്നില്ലേ, അതിൻ്റെ ഗുണം അവർക്ക് കിട്ടി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഗായന്ത്യ ഉച്ചൈരമുമേവ സംഹത വിജിക്കുരുന്മത്തവനാധ്വനം പപ്രച്ചുരാകാശവതന്തരം ബഹിർ ഭൂതേഷു സന്തം പുരുഷം വനസ്പതീൻ. ഇങ്ങനെ അങ്ങോട്ട് പിന്നെ അന്വേഷണം ആരംഭിക്കുകയാണ് എന്നർത്ഥം. ആ വൃക്ഷങ്ങളോടുമൊക്കെ ചെന്ന് ചോദിക്കുകയാണ്, കണ്ടോ ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടോ? ദൃഷ്ടോ അവഗച്ഛിത് അശ്വത്ഥ പ്രക്ഷ നിഗ്രോധനോ മനഃ നന്ദസൂനുർഗതോ ഹൃത്വ പ്രേമഹാസാവലോകനൈഃ. അശ്വത്ഥ വൃക്ഷത്തിനോട് ചെന്നിട്ട് ഞങ്ങളുടെ കൃഷ്ണനെ എവിടെ കാര്യം കണ്ടോ? ഞങ്ങളുടെ നന്ദസൂനു എന്നാണ് ഉപയോഗിച്ച വാക്ക് എന്നർത്ഥം. എന്നിട്ട് അവിടെ ഒരു ചോദ്യം, മനഹൃത്വ ഗത, ഞങ്ങളുടെ മനസ്സ് അപഹരിച്ചുകൊണ്ട് പോയ ഒരു കൃഷ്ണനെ ഈ വഴിക്കെങ്ങാനും കണ്ടോന്ന്. സ്ഥൂലമായിട്ട് എന്തെങ്കിലും അപഹരിച്ചുകൊണ്ട് പോയാൽ ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിക്കുകയല്ലേ. ഇവിടെ അപഹരിച്ചുകൊണ്ട് പോയത് എന്താ? ഞങ്ങളുടെ മനസ്സല്ലേ. എങ്കിലും വൃക്ഷങ്ങളോടൊക്കെ ചെന്ന് ചോദിക്കുകയാണ്, അശ്വത്ഥ വൃക്ഷമേ നിഗ്രോധം ഇതല്ലേ, അത്തിമരം, നിഗ്രോധോ ഉദുംബരോ ഇതിനകത്ത് വരുന്നതാണ്. ഔദുംബരത്തിൽ മശകത്തിന് തോന്നും ഇതിന്മീതെ കഥാപി സുഖമില്ലെന്നത് പരിഹരാമരത്തിൽ. ആ നിഗ്രോധം അതി ഒന്ന് തന്നെയാണ്. അവരോടൊക്കെ ചെന്നിട്ട് ചോദിക്കുകയാണ്, പ്രേമഹാസാവലോകനൈഹി, ആ പ്രേമത്തോടു കൂടിയ ആ എല്ലാവരെയും ആകർഷിക്കുന്ന ആ പുഞ്ചിരിയോട് കൂടിയ കൃഷ്ണൻ ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് ഈ വഴിക്ക് താതാത്മ്യം പോകുന്നത് നിങ്ങൾ കണ്ടോ? കാരണം അപഹരിച്ചുകൊണ്ട് പോകുന്നത് സാധാരണഗതിയിൽ തലവെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അറിയുമല്ലോ. പണ്ട് തമാശ പറഞ്ഞ തന്നെയാണ്. ഒരാൾ ഒറ്റയ്ക്ക് മേളിൽ താമസിക്കുന്നു. ഒരാൾ വന്ന് താഴെയുള്ള പഴയ കാലമാണ്, ഇപ്പോഴാരും ചെയ്യുകയില്ല, ഫർണിച്ചറും ഒക്കെ എടുത്ത് വെച്ച് വെളി വെച്ച് പാക്ക് ചെയ്തു. അപ്പോൾ മേളിൽ നിന്ന് വല്യമ്മ കണ്ടപ്പോൾ അല്ല ഫർണിച്ചർ വല്ലതും വേണമെന്ന് ചോദിക്കാൻ വന്നതാ. ഇവിടെ ഒരുപാട് ഫർണിച്ചറുണ്ട്, നീ കൊണ്ടുപോകുന്നു. അവിടുത്തെ ഫർണിച്ചർ എടുത്ത് തലയിൽ കെട്ടി ചോദിച്ചു വേണമെന്ന് ചോദിച്ചാൽ വേണ്ട കൊണ്ടുപോയിക്കോളൂ. അപഹരിച്ചോണ്ട് പോകുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയ കൃഷ്ണനെ നിങ്ങൾ കണ്ടോ? അവിടെ കോമൺ സെൻസ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇവിടെ എങ്ങും കോമൺ സെൻസിന് പ്രസക്തിയില്ല. പലപ്പോഴും നമ്മൾ ഈ കോമൺ സെൻസ് വെച്ചാണ് പലതിനെയും ജഡ്ജ് ചെയ്യുന്നത്. ഈ ഭാവം വരുന്നിടത്ത് കോമൺ സെൻസിന് പ്രസക്തിയില്ല. കോമൺ സെൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അധികവും ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്, മനസ്സിൻ്റെ അല്ല. മനസ്സിൻ്റെ ചെറിയ എലിമെൻ്റേ വരുന്നുള്ളൂ. ബുദ്ധിയുടെ അംശം രണ്ടും ഫങ്ഷണലി ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, രണ്ടും ബേസിക്കലി ഒന്ന് തന്നെ. അപ്പം ആ ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ബുദ്ധിയുടെ തലത്തിൽ വരെ നമ്മൾ പോകുന്നുള്ളൂ. ഗുരുദേവ് ഒരിക്കൽ പറഞ്ഞു തന്നെ, ആദ്യത്തെ യജ്ഞം കഴിഞ്ഞപ്പോൾ യജ്ഞപ്രസാദം എഴുതിയപ്പോൾ പറഞ്ഞത്, മൈ ട്രിബ്യൂട്ട്സ് ടു ശ്രുതി ഹു ടോട്ട് മീ വാട്ട് ദ റിയാലിറ്റി ഈസ്, ആൻഡ് ടു മൈ ഗുരു ഹു ടുക്ക് മീ ടു ദി എൻഡ് ആൻഡ് പുഷ്ഡ് മീ ഇൻ ടു ദ ബിയോണ്ട് എന്നാണ്. ഇതൊരു പ്രയോഗം എന്നാലോചിച്ചത്. അപ്പോൾ ഗുരു എന്താ ചെയ്യുന്നത്? ടുക്ക് മീ ടു ദി എൻഡ് ആൻഡ് പുഷ്ഡ് മീ ഇൻ ടു ദി ബിയോണ്ട്. ടുക്ക് മീ ടു ദി എൻഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ തലത്തിൽ കൊണ്ടുപോകാവുന്നിടം വരെ ഗുരുദാസൻ കൊണ്ടുപോയി അവിടെ നിർത്തി. എന്നിട്ട് ഒരു തള്ളിയ എന്താ വരിക? നീന്തൽ പഠിപ്പിക്കുമ്പോൾ ഇതല്ലേ, അവനെ പിടിച്ചല്ലോ, കുറച്ച് വെള്ളമൊക്കെ കുടിക്കും, പാടും, പക്ഷെ നീന്തൽ പഠിച്ചു കഴിയുന്നത്. സൈക്ലിങ് പഠിക്കാനും കൊണ്ട് വെച്ചിട്ട് ഇത്തിരി ഇറക്കത്തിൻ്റെ അവിടെ ചെന്ന് ഒരു തള്ളി വിട്ട് എടുത്താൽ മതി. Who took me to the end and pushed me into the beyond. Jump into the wilderness and realize. ഇതൊക്കെ കണ്ടിട്ടില്ലേ അഭ്യാസങ്ങൾ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ. ഇതുപോലെ ബുദ്ധിയുടെ തലത്തിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് സത്യത്തെ മനസ്സിലാകുക. അത് ലോജിക്ക് കൊണ്ടും പിടികിട്ടില്ല. ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ചില കാര്യങ്ങൾ യുക്തിക്കപ്പുറത്തേക്ക് കടന്നെങ്കിലേ നമുക്ക് മനസ്സിലാകൂ. അതാണ് നമ്മൾ പറഞ്ഞത്, കോമൺ സെൻസ് കൊണ്ട് ഇതിനെ അളക്കരുത്. അടുത്ത ചോദ്യം നല്ല രസമാണ്. കച്ചിത് കുരബകാശോകനാഗപുന്നാഗജംബഹാഹ രാമാനുജോ മാനിനീനാമിതോ ദർപ്പഹരസ്മിത. മാനിനിയും, അവിടെ മാനിനി എന്നുള്ളതിന് സാധാരണ മാനവതികളുടെ സ്ത്രീകളുടെ എന്ന് മാത്രം ഉപയോഗിക്കും. പക്ഷേ അതിനേക്കാൾ മാനം അസ്ഥാനത്ത് തടസ്സം നിൽക്കുന്നത് കൊണ്ട് സാക്ഷാത്കാരം സാധിക്കാത്തവരെന്ന് എടുക്കാം. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ്. സ്ത്രീലിംഗമായിട്ട് മാത്രം എടുക്കണ്ട, എല്ലാ അങ്ങനെയുള്ളവരുടെ ദർപ്പഹരസ്മിത, ദർപ്പത്തെ അപഹരിക്കത്തക്കവണ്ണമുള്ള പുഞ്ചിരിയോട് കൂടിയവൻ, ആർദ്രഹസിതോല്ലാസം എന്നൊക്കെ ഭട്ടതിരിപ്പാട് വിശേഷിപ്പിക്കില്ലേ. ഭഗവാന്റെ പുഞ്ചിരിയെ ഒരുപാട് ഭാവങ്ങളിൽ കവികൾ വാഴ്ത്തുന്നു. മായ ആണ് ഭഗവാന്റെ പുഞ്ചിരി, ആ രീതിയിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാകുന്നത്. മായ എന്താ ചെയ്യുന്നത്? ഉള്ളതില്ലാത്തതായിട്ടും കാണിക്കും, ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും കാണിക്കും, ഉള്ളത് അല്ലാത്തതായിട്ടും കാണിക്കും. എപ്പോഴും ഉപയോഗിക്കുന്ന ഉദാഹരണം രജ്ജു ഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ. കയറിൻ്റെ കയറത്വം തൽക്കാലത്തേക്കൊന്ന് മറയ്ക്കും, അത് ആവരണമായി. വിക്ഷേപമാണ് പാമ്പിനെ കാണുന്നത്. ഇതിന് ഭഗവാന്റെ പുഞ്ചിരിക്ക് കഴിവുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ എടുത്ത് സൂചിപ്പിച്ച് ദർപ്പഹര സ്മിത, അങ്ങനെയുള്ള ആ ഭഗവാൻ ഇവിടെ എങ്ങാനും വഴിയിക്കും. അവിടെ രാമാനുജൻ എന്നൊരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ബലരാമൻ്റെ അനുജനായ ആ കൃഷ്ണൻ ഈ വഴിക്ക് ഓരോരുത്തരോട് ചോദിക്കുകയാണ്, ഹേ നാഗമേ, ഹേ പുന്നാഗമേ, ചെമ്പകമേ. അപ്പം അവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, തങ്ങളുടെ അഭിമാനമാണ് ഇതിന് കാരണം എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും കുറച്ച് മനസ്സിലാക്കിയ ഗോപികമാരുടെ സ്വരം അവിടെ വായിച്ചെടുക്കണം.
മാനിനീനാം ദർപ്പഹരസ്മിത. പിന്നെ പ്രസിദ്ധമായ ശ്ലോകമാണ് കച്ചിത് തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ. തുളസിയുടെ പ്രാധാന്യം, ഗോവിന്ദചരണപ്രിയയാണ്. അത് ഓരോരുത്തരോടും തുളസിയോട് ചെന്നിട്ട് ചോദിച്ചു, പാദ തുളസി. അത് അടുത്ത കാലത്ത് വായിച്ച ഒരു ഭാഗവത്തിലുള്ളതല്ല, ഭാഗവത്തിൽ ബന്ധപ്പെട്ട ഇത് എഴുതിയല്ല. പാദ തുളസിയും ഭഗവാന്റെ വേണുവും തമ്മിലൊരു ഡയലോഗാണ്. നമുക്ക് ഇമാജിനറി ഡയലോഗ് നല്ല അർത്ഥത്തിൽ ധാരാളമാകാറില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും രാധേകൃഷ്ണനും പോലെ ഒരു ഈ തുളസിക്കൊരു അസൂയ തോന്നുകയാണ്. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഗോപികമാർ ഈ വേണു പിരിയാതെ ഇരിക്കുന്നു അധരാമൃതം കൊണ്ട് നേരം. ഇപ്പം ഇവർ തമ്മിലുള്ള ഒരു ഡയലോഗാണ്. നിനക്കെങ്ങനെ ഈ ഭാഗ്യം കിട്ടി? വേണുവിനോട് ചോദിച്ചു. ഞാനീ പാദത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ എനിക്കെന്താ വല്ല ഇതുണ്ടോ? നിനക്കിത് ഇങ്ങനെ. അപ്പോൾ ഉടനെ വേണു പറയുകയാണ് കഥ. അതേ, ഞാൻ ഒരുപാട് ത്യാഗം സഹിച്ചു. ഓ, നേരത്തെ പറഞ്ഞ കാട്ടിലെ പാഴ്മളം തണ്ടായിട്ട് അല്ലേ വെട്ടിമുറിച്ചപ്പോൾ ഞാൻ കരഞ്ഞു ഒരുപാട്. ഈ കാട്ടിൽ ഇതായിട്ടിരിക്കുന്ന എന്നെ വെട്ടിമുറിച്ച് മാറ്റിയില്ലേ. പിന്നെ അതൊരു ഓർത്ത് നല്ല കാര്യത്തിനാണല്ലോ ഞാനത് സഹിച്ചു. ഇങ്ങനെ ഓരോ സ്റ്റേജ് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ഓരോ സ്റ്റേജിൽ കണ്ണതും മുറിച്ചതും ചൂടാക്കിയതും ഓരോ ഹോളിട്ട് അതൊക്കെ ഞാൻ സഹിച്ചു. ആ ത്യാഗമൊക്കെ സഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഭഗവാനോട് ചേർന്ന് ഭഗവാന്റെ ശബ്ദം. അപ്പോഴാണ് തുളസിക്ക് മനസ്സിലായത് താൻ അങ്ങനെ വലിയ ത്യാഗമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് താൻ പാദ തുളസിയായിട്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് വായിച്ചത് ഈ കച്ചി തുളസി കല്യാണി എന്ന് പറഞ്ഞുകൊണ്ടാണത് ചിന്തിച്ചത് എന്നർത്ഥം. അപ്പോൾ ആ കല്യാണിയായ തുളസിയോട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കില്ലേ. കല്യാണി കൊടുത്ത വിശേഷം അതാണ്. മംഗളസ്വരൂപിയായ തുളസി എന്നുള്ളൊരു വിശേഷണമാണ് അവിടെ കൊടുത്തതെന്നർത്ഥം. നീ എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ പാദത്തിൽ തന്നെ പിരിയാതെ ഇരിക്കുന്നില്ലേ, അതുകൊണ്ട് ഭഗവാൻ ഇതിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുളസി അറിഞ്ഞിരിക്കും. ഭഗവാൻ അണിയുന്ന തുളസിയുടെ ഗന്ധം തിരിച്ചറിയുന്ന ഒരാളുണ്ടായിരുന്നു. ഓർമ്മയുണ്ട്? ദാരുകൻ സാരഥി. അവസാനം ഭഗവാൻ ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത്, ജര എന്ന വേടൻ്റെ അമ്പ് കൊണ്ട് ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാന്റെ തുളസിയുടെ ഗന്ധം ഗ്രഹിച്ചു വന്ന ദാരുകൻ മാത്രമാണ് ആ രംഗത്തിന് സാക്ഷിയായത്. വേടൻ കണ്ടു വന്നു തെറ്റ് അപകടം എന്നിട്ട് ഒരുപാട്, പക്ഷെ അതേ ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ് സാരമില്ല എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ വിമാനം വരുത്തി ജരയെ അങ്ങോട്ട് അയച്ചു. അത് കഴിഞ്ഞുള്ള കാഴ്ച ഒരേ ഒരാൾ കണ്ടത് ദാരുകൻ മാത്രമാണ്. അതെങ്ങനെ അവിടെ എത്തി? ഭഗവാന്റെ തുളസി ഗന്ധം തിരിച്ചറിഞ്ഞ് പോകാൻ കഴിഞ്ഞ ഒരേ ഒരാൾ ദാരുകൻ. അല്ലാതെ ഭഗവാനുമായിട്ട് ധാരാളം അസോസിയേഷനുള്ളവരുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ആർക്കും അത് കിട്ടിയില്ല. പിരിയാതെ ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന അർജുനന് പോലും സാധിച്ചില്ല. അർജുനൻ വന്ന് ജ്യേഷ്ഠനോട് അത് പറഞ്ഞിട്ട് കരയുന്ന ഭാഗമുണ്ട് ഭാഗവതത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിട്ടൊരു വാക്ക്, നമ്മൾ തമാശന് പറയാം, വാട്സാപ്പിലൊരു മെസ്സേജെങ്കിലും ഇടായിരുന്നു. ഏത് ഒരു വാക്ക് പോലും പറയാതെ പോയില്ല. നമ്മളെ വഞ്ചിച്ചു എന്നുള്ള വാക്കാണ് അർജുനൻ ജ്യേഷ്ഠനോട് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് പറയുന്നത്. വഞ്ചിതോഹം മഹാര, അല്ലേ? നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നാണ്. എന്തുകൊണ്ട്? കൂടെ നിന്നിട്ട് ഒരു വാക്ക് പറയാതെ തുളസി ഗന്ധം പറഞ്ഞുകൊണ്ടാണ് ഓർമ്മ വന്നതെന്ന്. ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുകയാണ്. ലതിയോട്, പിച്ചകത്തോട് ഓരോരുത്തരായിട്ട് ചോദിച്ചു. പക്ഷേ ഈ ചില പുഷ്പങ്ങളെ കണ്ടപ്പോൾ അവർക്കൊരു സംശയം. എന്ത്? ഭഗവാൻ ഈ വഴി വന്നിട്ടുണ്ടായിരിക്കും. വന്നപ്പോൾ ഒരു കൈ കൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഒന്ന് തലോടി പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ഒരു, അപ്പം എവിടെവിടെ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ആനന്ദത്തിൻ്റെ പ്രതിഫലനം കാണുന്നുവോ അവിടൊക്കെ ഭഗവത് സ്പർശത്തെ ഊഹിച്ചെടുക്കാൻ ഗോപികമാർക്ക് കഴിയും.
നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ വരികളെ ഇതായിട്ട് നമ്മൾ നോക്കുമ്പോഴേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ആ ആനന്ദത്തിൻ്റെ സംതൃപ്തിയുടെ ആ ശരിയായ ഭാവം ആസ്വദിക്കണമെങ്കിൽ ഭഗവത് സ്മരണ അവിടെ. ഇവിടെ നമ്മുടെ സ്വാമിജി ഒരിക്കൽ പറഞ്ഞത്, ഏതെങ്കിലും സത്കർമ്മം ചെയ്യുമ്പം നന്നായിട്ട് നിങ്ങളുടെ മനസ്സ് തെളിഞ്ഞുവോ, ഭഗവാൻ അനുഗ്രഹിച്ചു, ഭഗവാൻ തൃപ്തിയായെന്നുള്ളതിന് പിന്നെ വേറെ ഒന്നായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തോന്നും എന്തോ ഒരു ശരിയാകാതെ പോയില്ല. സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടി അത് സാധിക്കുമോ? ഉറപ്പായിട്ട് ചോദിച്ചോളൂ. അപ്പം ഇവിടെ ഗോപികമാർക്ക് അങ്ങനെയൊന്ന് തോന്നി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്ര ഭംഗിയായിട്ട് ചിരിക്കാൻ കഴിയണമെങ്കിൽ ഭഗവത് സ്പർശം നിങ്ങൾക്ക് ഇതൊരു വലിയൊരു ഈ എവല്യൂഷൻ്റെ പാതയിൽ വലിയൊരു സംഭവമാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ കുറേ അതുണ്ടോ ഇതുണ്ടോ മറ്റേതുണ്ടോ മറിച്ച് അങ്ങനെയല്ല ഭഗവത് സ്പർശത്തെ അഥവാ ഭഗവാന്റെ കാരുണ്യത്തെ തിരിച്ചറിയേണ്ടത് എന്നർത്ഥം. ഇവരെ ആരുടെയിൽ നിന്നും ഒരു ഉത്തരം കിട്ടാതിരുന്നപ്പോൾ ഇനി വൃക്ഷങ്ങളോട് തന്നെ ചോദിക്കാം. പനസം, ബഹുളം, ആമ്രം, കദംബം ഇങ്ങനെ ഇവരോടൊക്കെ ചെന്നിട്ട് ചോദിച്ചു അല്ലേ. എന്നിട്ട് അവിടെ ഒരു പ്രയോഗമുണ്ട്. രഹിതാത്മനാം. വൃക്ഷങ്ങളെ നേരത്തെ നമ്മൾ പറഞ്ഞു, വൃക്ഷങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ഒരു ഭാവം പരോപകാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള ഭാവം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് വൃക്ഷങ്ങളെ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗത്ത് വരുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് വൃക്ഷങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് പോയ ആ ഭഗവാനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? നിങ്ങളൊന്ന് അത് പറയണേ, ഞങ്ങൾ വല്ലാണ്ട് വിഷമിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് ഇല്ലാതായൊരു അവസ്ഥയിലാണ്. എന്തുകൊണ്ട്? മനസ്സ് ഇന്ദ്രിയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹരിനാമകീർത്തന ശ്ലോകം, അർക്കാനില്ലാതെ വിളിയ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അല്ലേ. ഇപ്പം കണ്ണിന് സ്വന്തമായിട്ട് കാഴ്ചശക്തിയില്ല, പിന്നെ കണ്ണിനോടൊപ്പോൾ മനസ്സ് ചേരുമ്പോഴാണ് കാണൽ പ്രക്രിയ നടക്കുക എന്നർത്ഥം. അപ്പം ഇന്ദ്രിയങ്ങളുടെ ചുരുക്കമായിട്ട് പറയാൻ, സമാസമായിട്ട് പറയാം മനസ്സിനെ. അപ്പം ഇവിടെ മരങ്ങൾക്ക് അത് സാധിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പരോപകാരത്തിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്നവരാണ്. അത് ആ നേരത്തെ നമ്മൾ പറഞ്ഞ ഭാഗം ഇവിടെ ഇവരുടെ വാക്കിൽ 1-2 വാക്കുകളിലായിട്ടത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ ദയുണ്ടാകും. വളരെ സട്ടിൽ പോയിൻറ്റ്സാണ് ചെറുതായിട്ട് സൂചിപ്പിച്ചു പോകുന്നത് അല്ലേ. നമുക്ക് ഒരു അടുത്ത് നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായ എന്നൊക്കെ സൂചിപ്പിക്കുക. അപ്പം നമുക്ക് ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ സിമ്പതി എമ്പതി തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ, അതുപോലെയാണ്. അപ്പം നമുക്ക് അതൊരു ഇതായിട്ട് തോന്നാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ നിസ്വാർത്ഥരാണ്, ഭഗവാൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് നേരത്തെ. ആ വൃക്ഷങ്ങളെ നമസ്കരിക്കുന്ന ഭാഗം ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞങ്ങളോട് ദയ ഉണ്ടാകും. അപ്പം ദയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഉപയോഗമില്ലാത്ത ഒന്നിടത്തൊരാൾക്ക് കൊടുക്കലല്ല ദയയും ദാനവും. ദാനത്തിനൊക്കെ വലിയ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ദാനം എന്ന് വിചാരിച്ചത് പലപ്പോഴും വേണ്ടാത്ത തുണിയെടുത്ത് ആർക്കെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ അഴുകിപ്പോയ പഴം എടുത്ത് വളരെ ദയാപൂർവം. അവിടെ ദയൊന്നുമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ദാനത്തിന് ഒരുപാട് സൂചിപ്പിക്കുന്നത്. ഒന്നാമത് ദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തത് കൊടുക്കലല്ല, അവർക്ക് വേണ്ടത് കൊടുക്കുക. അതാണ് ദാനത്തിൻ്റെ. കൊടുക്കുന്നു എന്നുള്ള ഭാവം കൊടുക്കുന്നയാളിനുണ്ടാവാൻ പാടില്ല. വളരെ ദാനധർമ്മ വിദഗ്ധനായിരുന്ന കർണന് ഒരിക്കൽ ഇടത്തെ കൈകൊണ്ട് ദാനം ചെയ്തു. അപ്പോൾ കൂടുതലാരോ ചോദിച്ചു, ഇടത് കൈ കൊണ്ട് എങ്ങനെയാണ് കൊടുക്കാൻ പാടില്ല വലുത്?
അല്ല, ഇടത് കൈ കൊണ്ട് വേണ്ട, വലത് കൈ കൊണ്ട് മതിയെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിന്ത മാറും. നമ്മൾ തമാശന് വരെ 100 രൂപ എടുത്തു, വലത്തെ കയ്യിലോട്ട് വന്ന് 100 വേണ്ട 50, അതുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ നിന്ന് അപ്പോഴും അങ്ങോട്ട് കൊടുത്തു. അപ്പം ദാനം ഒരുപാട്. അപ്പം ഈ പരോപകാരത്തിനായിട്ട് ജീവിക്കുന്ന ഒരു മനോഭാവം ഉള്ളവർക്ക് മാത്രമേ അല്ലേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നൊരു ഇതുണ്ടല്ലോ, അവർക്ക് മറ്റുള്ളവരുടെ ഇതിൽ അത് വരുവുള്ളൂ ശരിക്കുള്ള ഇത്. അങ്ങനെ ഉള്ള ഞങ്ങളോട് നിങ്ങൾക്ക് ദയ തോന്നുന്നില്ലേ? നമുക്ക് ആ ആർഗ്യുമെൻ്റ് കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്ന രീതി അത് നേരത്തെ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലേ ഇത് ശരിക്കത് ആസ്വദിക്കാൻ സാധിക്കൂ എന്നറിയാം. അത് കഴിഞ്ഞ് പിന്നെ ഭൂമി ദേവിയോട് തന്നെ ചോദിക്കുകയാണ് എന്നറിയാം. ഇവരിൽ നിന്നൊന്നും ഒരു ഉത്തരം കിട്ടുന്നില്ല. അത് സൈക്കോളജി നോക്കിയാൽ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല ഇതൊന്നും. കാരണം ഈശ്വരാന്വേഷണത്തിൻ്റെ പാതയിൽ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് വരുന്നത്. ഉത്തരം കിട്ടിയാൽ അവിടെ അത് നിന്നു പോകും പലപ്പോഴും. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കലാണ് ആധ്യാത്മിക മാർഗത്തിൽ. എന്തുകൊണ്ട്? വീണ്ടും 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 ചിന്തിച്ചു. അവസാനം ഉത്തരോ ഗോപതിർഗോപ്ത, എല്ലാത്തിനും ഉത്തരമായിട്ട് ഭഗവാനെ കിട്ടിക്കഴിയുമ്പോൾ പൂർണ്ണമായ ഉത്തരമാകും. അവിടെ പിന്നെ സൈലൻസ് മാത്രമാകും. എല്ലാ ചോദ്യങ്ങളും അവിടെ ചെന്ന് അസ്തമിക്കും. ഗുരുദേവ് എനിക്ക് നല്ല തമാശയായിട്ട് അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ അവതരിപ്പിച്ച ഒരു ഇതാണ്, വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് ദിസ് വേൾഡ്? ഗുരുദേവനെ തന്മയത്വമായിട്ട് അവതരിപ്പിക്കുകയല്ലോ. ഐ ഓൾസോ തോട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. എനിക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ചോദ്യം ഒരു കടലാസിൽ എഴുതി പോക്കറ്റിലിടുക, എന്നിട്ട് അന്വേഷിക്കുക. എവിടെങ്കിലും വെച്ച് കണ്ടുമുട്ടുമല്ലോ, ആ കോളർ ഇങ്ങനെ പറഞ്ഞാൽ ആ കോളറിന് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒരൊറ്റ ചോദ്യം, വൈ ഡിഡ് യു ക്രിയേറ്റ്? അതുകൊണ്ട് കാണുന്നതോടുകൂടി എല്ലാ ചോദ്യങ്ങളും അസ്തമിച്ചു. നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലങ്ങൾ അവിടെ വരെയുള്ളൂ, ചോദ്യങ്ങളല്ല. പ്രശ്നോപദേശത്തിനെ കുറിച്ച് അങ്ങനെ സൂചിപ്പിക്കുന്നത് 6 പേര് ഒരുപാട് ചോദ്യങ്ങളുമായിട്ടൊരു മഹാത്മാവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ, ചോദിച്ചാൽ. പക്ഷെ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 1 വർഷം ഇവിടെ താമസിക്കണം, അത് കഴിഞ്ഞിട്ടേ ചോദ്യം ചോദിക്കാവുന്നു. അല്ല, അപ്പോൾ ഇവിടെ താമസിപ്പിക്കുക അല്ല, ബോർഡിങ് ആൻഡ് ലോഡ്ജിങ് ഫ്രീ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ, 1 കൊല്ലം എവിടെ താമസിച്ചു, അത് കഴിഞ്ഞിട്ട് ചോദ്യം ചോദിച്ചോളൂ. അവസാനം ഓരോരുത്തർക്കും ഓരോ ചോദ്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അതാണ് പ്രശ്നോപനിഷത്ത്. 6 ചോദ്യം, 6 ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇപ്പം ചോദ്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പം ചോദ്യങ്ങൾ, ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന സൈക്കോളജി അല്ല ഇത്. ചോദ്യത്തിൻ്റെ ഉടനെ ഉത്തരം വേണ്ടേ? വേണ്ട. അപ്പോൾ ഈ ഗോപികമാരുടെ ഇത് മുഴുവൻ ചോദ്യങ്ങളാണ്. അവർ ഉത്തരം പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നും, പക്ഷെ ഉത്തരം അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ മാൻപേടയോട് ചോദിക്കുന്നു എന്നർത്ഥം. മാൻപേടയോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നർത്ഥം. ഭഗവാൻ ആരെയെങ്കിലും കൂടെ കൊണ്ടുപോയെന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ഗന്ധവും ഒക്കെ കണ്ടുപിടിക്കാൻ ഇതുള്ളവരാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കമൻട്രിയിൽ ഒരുപാട് വിശദമായിട്ട് കൊടുത്തിട്ട് വ്യംഗ്യാർത്ഥത്തെ ഒരുപാട് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിലൊക്കെ വ്യംഗ്യാർത്ഥം, ഇംപ്ലൈഡ് മീനിങ്ങിനാണ് പ്രാധാന്യം എന്നർത്ഥം.
ഇംപ്ലൈഡ് മീനിങ് ഒരുപാട് വിശദീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറേ അധികം ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് കമൻട്രിയിൽ എഴുതിയിരിക്കുന്നത് തന്നെ വ്യംഗ്യാർത്ഥം രാസക്രീഡാ വർണ്ണനയിൽ ഈ വിധം വ്യംഗ്യാർത്ഥം സർവത്ര സ്ഫുരിക്കുന്നുണ്ട്. അവയെല്ലാം വിസ്തരിക്കുന്നതായാൽ വ്യാഖ്യാനം വളരെ വിസ്മൃതമായി പോകുന്ന ഭയത്താൽ അധികം ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഇംപ്ലൈഡ് മീനിങ്ങിൻ്റെ പ്രത്യേകത. ഗുരുദേവ് പറയുമ്പോൾ പലപ്പോഴും സൂചിപ്പിക്കുന്ന ഒന്ന്, ഇംപ്ലൈഡ് മീനിങ് ഒരു ഡിക്ഷണറിയിലും ഒരു ഗൂഗിൾ സെർച്ചിലും കിട്ടില്ല. ഗൂഗിൾ സെർച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഇംപ്ലൈഡ് മീനിങ് പഠിച്ച ഒരാളിന് മാത്രമേ പറഞ്ഞു തരാൻ സാധിക്കൂ എന്നർത്ഥം. അതാണ് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചു. ഈ ഓരോ ചോദ്യത്തിൽ ഓരോ ഇതിൽ അതിൻ്റെ അകത്ത് പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്ന മാലയുടെ കാര്യവും കുങ്കുമത്തിൻ്റെ കാര്യവും ഒക്കെ പ്രത്യേക തരത്തിലുള്ള അർത്ഥങ്ങൾ അതിന് ഉണ്ട് എന്ന് സൂചിപ്പിച്ചു എന്നർത്ഥം. പിന്നെ മാൻപേടയിൽ നിന്നും മറുപടിയൊന്നും കിട്ടിയില്ല. പിന്നെ വീണ്ടും വൃക്ഷങ്ങളിലേക്ക് തിരിഞ്ഞു. അവരോട് ഇതുപോലെ ചോദിച്ചു, നിങ്ങൾ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ താണു വരുന്നത്, ഇത് വേറൊരു കോണ്ടെക്സ്റ്റിൽ ബലരാമനോട് ഭഗവാൻ ഇത് പറയുന്നൊരു ഭാഗമുണ്ട്. ജ്യേഷ്ഠനെ കണ്ടില്ലേ, ജ്യേഷ്ഠനോടുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊമ്പുകൾ മരച്ചില്ലകളൊക്കെ താഴെ വന്നിട്ട് മരത്തിൽ നിന്ന് ഇല പൊഴിക്കുന്നതാണ്. പക്ഷെ അത് ജ്യേഷ്ഠന് പൂജ ചെയ്യുന്നതായിട്ട് ഭാവന ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ അതുപോലെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. നിങ്ങൾ ഭഗവാനെ കണ്ട് ആനന്ദിക്കുന്നവരാണല്ലോ, എവിടെങ്കിലും കണ്ടോ ഭഗവാനെ? ചില വൃക്ഷ ശാഖകൾ കാണുമ്പോൾ അതിലൊരു പ്രത്യേക ഭാവത്തെ ഇവർക്ക് ദർശിക്കാൻ കഴിയുന്നു. അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക ഭാവം വരാൻ കാരണം ഭഗവത് സ്പർശം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു തിളക്കം പ്രത്യേകം കണ്ടാൽ അവിടെ ഭഗവാന്റെ ചൈതന്യത്തെ വായിച്ചെടുക്കുക. ഇതാണ് ഭക്തൻ്റെ ലക്ഷ്യം. അതിന് പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ അഹങ്കാരമായിരിക്കും. ഇപ്പോൾ ഭാര്യയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഒരാളിൽ നന്മ കാണാൻ പലപ്പോഴും നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അതിന് തടസ്സം നിൽക്കുന്നത് അതാണ് ഈ നേരത്തെ പറഞ്ഞ അസൂയയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന ഒന്ന് അതാണ്. അപ്പോൾ അനസൂയ ഭാവത്തിൽ ഒരാളുടെ നന്മ കാണാൻ കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ചൈതന്യത്തിൻ്റെ പ്രഭാവം കാണും എന്നർത്ഥം. അതുകൊണ്ട് ഇവരെ എടുത്ത് സൂചിപ്പിച്ചു. ഇങ്ങനെ ഇത് ഉന്മത്തവചോ ഗോപ്യ കൃഷ്ണാന്വേഷണകാതരാഹ ലീലാ ഭഗവതസ്താസ്താഹ്യനുചക്രു തദാത്മികാഹ. ഉന്മത്തവച ഗോപ്യ, ഗോപികമാരെ വിശേഷിപ്പിച്ചതാണ് ഉന്മത്തന്മാരായിട്ട്. ഉന്മത്തൻ പറഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ചിട്ട് ദേഹബോധം, നേരത്തെ പറഞ്ഞ മധുരാമദാന്ത എന്നുള്ളതിൻ്റെ ഒരു ഭാവം തന്നെ. ആ ദേഹാഭിമാനം അവിടെ ഒരു പ്ലസ് പോയിൻ്റ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്ലസ് പോയിൻ്റായിട്ട് കാണാവുന്ന ഇതാണ് ഇത് ദേഹബുദ്ധി ഇല്ല. അപ്പോൾ ഉന്മത്തന്മാർക്ക്, മദ്യപിച്ചിട്ട് ഇത് ഇട്ടവർക്ക്, തമാശ പണ്ടത്തെ സിനിമയുടെ ഇടയ്ക്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു പാടത്തിൻ്റെ നടുക്കൂടൊക്കെ ആയിട്ട് ഒരാളെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ആ വഴിയിലെങ്ങും ആരെയും കാണാനില്ല. കുറേ കൊണ്ട് ചെന്നപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ ഒരാൾ കിടക്കുന്നു. പുള്ളിയെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഈ വാര്യർ സാറിൻ്റെ വീട് ഏതാ? അപ്പോൾ പുള്ളി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, വാര്യർ സാർ ഞാനാണ്, വീട് ഏതാന്ന് എനിക്കും അറിയില്ല. ഒരുപാട് ഇതിൽ പണ്ട് കണ്ടേതോ ഒരു സിനിമയിലെ ഡയലോഗാണ്. നമുക്ക് കിട്ടിയ ആശയം എന്താ അവിടെ? വാര്യർ സാർ ഞാനാണ്, പക്ഷെ വീട് ഏതാന്ന് എനിക്കും അറിയില്ല. അപ്പം ഞാൻ എന്ന ബോധം അപ്പോഴും ഉണ്ട്. എൻ്റേതെന്ന്, എൻ്റെ വീടെന്നല്ലേ പറഞ്ഞത്, അതറിയാൻ വയ്യ. അപ്പം എൻ്റേതെന്നുള്ള ഭാവം പോയി കഴിഞ്ഞാലും ഞാനെന്ന ചിന്ത അവിടെ നിൽക്കും. മതിരാമദാന്ധ.
അടിച്ച് ഇതായിട്ട് കിടക്കുന്ന അവസ്ഥയിലും അവിടെ ഞാൻ ഉണർന്നു നിൽക്കുന്നു. അപ്പോൾ അതിനിടെ ഈ ഉന്മത്തവച ഗോപ്യഹ എന്നുള്ള ഒരു ഇതാണ്, ഉന്മത്തന്മാരെ പോലെ. കാരണം ഹിസ്റ്റീറിയ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, ഹിസ്റ്റീറിയ ബാധിച്ചാൽ ഇതുപോലെയാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ. അപ്പോൾ നോർമലല്ല എന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ ഉന്മത്തവച എന്നുള്ളതിൽ അതൊക്കെ. എന്നിട്ടോ കൃഷ്ണാന്വേഷണ കാതരാഹ, ആ കൃഷ്ണൻ്റെ അന്വേഷിച്ച് അവർ തളർന്ന പോലായി, പരവശകളായിട്ട്. അപ്പോഴും അവരുടെ ഭാവം എന്താ? തദാത്മികാഹ. ഈ ക്ഷീണവും തളർച്ചയൊക്കെ വന്നപ്പോഴും അവർക്കൊരു എന്താ പറയുക, മടുപ്പോ വെറുപ്പോ ഉണ്ടായിട്ടില്ല. ഇതാണ് ശരിയായ ഒരു ഭക്തിയുടെ ഭാവത്തെ സൂചിപ്പിക്കുന്നത്. അല്ല അല്പം എന്തെങ്കിലും കിട്ടിയില്ല. പണ്ട് കഥ പറയുന്നതാണ്, നാരദൻ വൈകുണ്ഠത്തിലോട്ട് പോകുന്ന വഴിക്ക് തപസ് ചെയ്തിരുന്ന ഒരാൾ പറഞ്ഞു, വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ ഭഗവാനോട് ചോദിക്കണം, എനിക്ക് ഏത് ജന്മത്തിലാണ് മുക്തി കിട്ടുക എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ പറഞ്ഞു ഇതേ ചോദ്യം ചോദിക്കുക. തിരിച്ചു വന്നപ്പോൾ ഒരാളിനും പറഞ്ഞു, ആദ്യത്തെ ആളിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും ജന്മം എടുത്തു കഴിഞ്ഞാലേ മുക്തി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ തുള്ളിച്ചാടി എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും ജന്മം കഴിഞ്ഞാൽ എനിക്ക് മുക്തി കിട്ടുമെന്ന് ഉറപ്പായില്ലേ, അതിൻ്റെ സന്തോഷം. അയാൾക്ക് അപ്പം തന്നെ മുക്തി കിട്ടിയെന്നാണ്. കഥയാണ്. അപ്പുറത്തെ ആളിനോട് ഇന്ന് ഇതേ വാചകം പറഞ്ഞപ്പോൾ പുളിമരമാണ്, അതിൻ്റെ ഇല കൊച്ചല്ലേ, അപ്പോൾ എത്രയോ ആയിരക്കണക്കിന് ജന്മം അല്ലേ, എന്നാൽ പിന്നെ ഞാൻ തപസ്സമൊക്കെ മതിയാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റ് പോയി എന്നൊരു കഥയുണ്ടായിരുന്നു. അപ്പം ഈ എത്ര ഉണ്ടെങ്കിലും ഒരു ദിവസം എനിക്കത് സാധിക്കും എന്നുള്ള ഒരു ഇത് ഭക്തനെ എപ്പോഴും മുമ്പോട്ട് നയിക്കേണ്ടത് ഈ ഭാവമാണ്. അതാണിവിടെ ഉന്മത്തവച കൃഷ്ണാന്വേഷണ കാതരാഹ. അവർ പരവശകളായി എങ്കിലും തദാത്മികാഹ, അവരുടെ മനസ്സ് ഭഗവാനിൽ തന്നെ കുറച്ച് തന്നെ നിൽക്കുന്നു എന്നർത്ഥം. എന്നിട്ടോ ലീലാഹ അനുചക്രുഹു, നേരത്തെ പറഞ്ഞ ഭഗവാന്റെ ഓരോ ലീലകളെയായിട്ട് അവർ അഭിനയിക്കുകയാണ് എന്നർത്ഥം. അവരനുകരിച്ച രീതിയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പൂതനാമോക്ഷം മുതൽ ഇങ്ങോട്ടായിട്ട് ഒരാൾ ഞാനാണ് പൂതന എന്ന് പറഞ്ഞിട്ട് സന്യപാനം ചെയ്യുന്നതായിട്ടൊക്കെ ഭാവിച്ചു. അപ്പോൾ ഒരാൾ വന്നിട്ട് ശരിക്കുള്ള സന്യപാനം അങ്ങോട്ട് ചെയ്ത് ഇതായിട്ട് കിടന്നു കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പം ശകടാസുരൻ വന്നത്, ത്രിവണാവർത്തനം, ഇതൊക്കെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. കൃഷ്ണനെ എടുത്തുകൊണ്ട് പോകുന്നു, വേറൊരാൾ പോയി പിടിച്ചു വലിക്കുന്നു. അതുപോലെ രണ്ടുപേര് ചേർന്നിട്ട് ഞാൻ കൃഷ്ണൻ ഞാൻ ബലരാമൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബകാസുര വേഷം, ഒരാളപ്പോഴത്തേക്ക് ഒരു കൊക്കിൻ്റെ വേഷം ധരിച്ചിരുന്നു, അപ്പോൾ പോയി ഇങ്ങനെ ആ കൃഷ്ണലീല. അപ്പോൾ എന്താ ഇവിടെ സൂചന? ഈ കൃഷ്ണലീലകളെ ഇങ്ങനെ അനുസ്മരിച്ച് അവർ പൂർണ്ണമായി താതാത്മ്യത്തിൽ, നേരത്തെ പറഞ്ഞ തദത്വം ഭാവത്തിലേക്ക് വരാൻ സാധിച്ചു എന്നർത്ഥം. അത് തന്നെ തുടരുന്നു. പിന്നെ വത്സസ്തേയം, ആ ഒരു പശുക്കുട്ടിയെ പോലെ എന്നു അവരുടെ ലീലകളാണ് കുറേ ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുക, ഓരോരുത്തർ ചെയ്യുന്ന എന്തൊക്കെയാണ്. പിന്നെ കാളിയൻ ആയിട്ട് ഭാവിച്ച ഒരാൾ കാളിയൻ സർപ്പമായിട്ട് നിന്നു, ഭഗവാൻ ചെന്ന് നൃത്തം ചെയ്യുന്ന പോലൊക്കെ കാണിച്ചു കൊടുത്തു. ഏവം കൃഷ്ണം പൃച്ഛമാന വൃന്ദാവനലതാസ്തരൂൻ വിചക്ഷതവനോദ്ദേശേ പദാനി പരമാത്മനഃ പദാനി വ്യക്തമേതാനി നന്ദസൂനോർമഹാത്മനഃ ലക്ഷ്യന്തേ ഹി ധ്വജാംഭോജ വജ്രാങ്കുശയവാദിഭിः. ഇങ്ങനെയൊക്കെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ആ ഭഗവാന്റെ പാദചിഹ്നങ്ങളൊക്കെ അവർക്ക് കാണാൻ സാധിച്ചു. കാലടികൾ, അങ്കുശം, ധ്വജം, ഈ ഭാഗമൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ ഉണ്ട്. അതൊക്കെ സ്പഷ്ടമായിട്ട് അവർക്ക് തന്നെ ഭഗവാന്റെ കാലടി അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭഗവാൻ ഈ വഴി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു, അതായത് ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ സൂചനകൾ അവർക്ക് കിട്ടി എന്നർത്ഥം. അവിടെയാണ് നേരത്തെ പറഞ്ഞ അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര
എന്നോ വിഹായ ഗോവിന്ദ പ്രീതോയാമനയഗ്രഹ. രാധയുടെ കാലടികളാണ് എന്ന് സംശയം വന്നു എന്നർത്ഥം. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു പാദം മാത്രം കാണുന്നു. അപ്പോൾ സംശയിച്ചു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കാണും, എനിക്ക് കാല് വേദന എടുക്കുന്നു, എന്നെ ഒന്ന് എടുക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞു കാണും. അപ്പോൾ ഭഗവാൻ എടുത്തുകൊണ്ട് നടന്നു. അതാണ് ഒരു പാദം കൂടുതൽ പ്രസ് ചെയ്തതായിട്ട് കാണും. ആ ഒബ്സർവേഷൻ്റെ ഇതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കാണാതായി. തന്നെയല്ല, ഒരാൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു. എന്തുകൊണ്ട്? ഞാൻ ഭഗവാനോട് എന്നെ എടുക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചേച്ചു പോയി. അവിടെയും എപ്പോഴാണോ ആ ഒരു അഭിമാനം ഉണ്ടായത്, ഭഗവാൻ അവരെ ഉപേക്ഷിച്ചു പോയി. എന്നിട്ട് അവരുടെ പശ്ചാത്താപമാണ് പിന്നെ അവിടെ തതച്ഛാന്തർദധേ കൃഷ്ണ. നേരത്തെ തത്ര അന്തരധീയത എന്ന് പറഞ്ഞ പോലാണ് ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഭഗവാൻ മറഞ്ഞു എന്ന് സൂചിപ്പിച്ചു. എന്നിട്ടാണ് അപ്പോഴൊരു സമാധാനമായി. അതെ, തുല്യ ദുഃഖിതർക്ക് അതേ ദുഃഖമുള്ളവരെ കാണുമ്പോൾ ഒരു സമാധാനമാവൂ. അങ്ങനെ ദുഃഖം കണ്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നുള്ള ഒരു പ്രാർത്ഥന ഇതൊരുപാട് ഇതായിട്ട് സൂചിപ്പിക്കാറുള്ള. ഹാ നാഥ രമണ പ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. എല്ലാവരും കൂടെയുള്ള പ്രാർത്ഥനയാണ്. ഹാ നാഥ, ഹേ നാഥനായ ഭഗവാനെ. എല്ലാവർക്കും നാഥൻ ഭഗവാൻ മാത്രമാണെന്നുള്ളൊരു ബോധം ഉറപ്പിക്കണം. അതാണ് ഭക്തൻ്റെ രമണ. രമണ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ രമിപ്പിക്കുന്നവനാണ്. എല്ലാ സുഖസൗകര്യാദികളും ഒക്കെ നമുക്ക് സന്തോഷപ്രദമാകുന്നത് നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഈ ചൈതന്യം വേർപെട്ട സ്ഥൂല ശരീരം മാത്രമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയൊക്കെ അലങ്കരിച്ച് വെച്ചാലും വല്ലതും അറിയുന്നുണ്ടോ? 3-4 ദിവസം കഴിഞ്ഞേ അങ്ങോട്ട് എടുക്കുന്നുള്ളെങ്കിൽ പെട്ടിക്കകത്താക്കി പൊതിഞ്ഞ് കെട്ടി മൂടിക്കെട്ടി അവിടെ വെക്കുകയല്ലേ, വല്ലതും അറിയുന്നുണ്ടോ? ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ പ്രകടമാകുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ. അത് വേറൊരു ഉദാഹരണം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്, ശവത്തെ അലങ്കരിച്ചിട്ടിരിക്കുന്നത് പോലെയെന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ദാസ്യാസ്തേ, ഞങ്ങൾ അങ്ങയുടെ ദാസ്യന്മാരാണ്. കൃപണായാഹ, ഞങ്ങൾക്ക് ഇനിയും ദുഃഖം സഹിച്ച് ഇരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? സന്നിധിം ദർശയാ, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരുടെ ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട്. അത് വേറെ എങ്ങും അങ്ങനെ കാണാത്ത ഒരു ശേഷം. 44-ാമത്തെ ശ്ലോകത്തിൽ ഇവരെല്ലാവരും കൂടെ സന്ധ്യയായിട്ടും ഭഗവാനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞേച്ച് സൂചിപ്പിക്കുന്നതാണ്. തന്മനസ്കാഹ തദാലാപാ തദ്വിചേഷ്ട തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരൂ. അന്വേഷണമൊക്കെ അവരവിടെ നിർത്തി പോയില്ല. പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്നു. അവരുടെ വിശേഷണങ്ങൾ 3-4 വാക്കുകൾ കൊടുത്തിരിക്കുന്നതാണ് ശ്രദ്ധേയം. തന്മനസ്കാഹ, തൽ മനസ്, അവനിൽ മനസ്സുറപ്പിച്ചവർ. അവിടെ ശ്രദ്ധേയമായ വസ്തുത, ഇത്രയൊക്കെ അന്വേഷണം ഇത് കഴിഞ്ഞു അവർക്കൊരു നിരാശയും വന്നിട്ടില്ല. ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചു. തദാലാപാഹ, ആ ഭഗവാന്റെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. തദ്വിചേഷ്ടാഹ, ഭഗവാന്റെ ചേഷ്ടകളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട്. തദാത്മികാഹ, തൻ്റെ ആത്മാവായിട്ട് തന്നെ ഭഗവാനെ
കാണാൻ തുടങ്ങി. പിന്നെയോ തദ്ഗുണാനേവ ഗായന്ത്യഹ, ആ ഭഗവാന്റെ ഗുണങ്ങൾ മാത്രം ഇങ്ങനെ കീർത്തിച്ചു കൊണ്ടേയിരുന്നു അവർ. എന്നിട്ടോ ആത്മാകാരാണി നസ്മരൂ നസസ്മരൂ, ഈ അവസ്ഥയിലും അവർ തങ്ങളുടെ വീടോ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഭാര്യ, ഭർത്താവ്, വീട്, കുട്ടികൾ, ഇങ്ങനെയൊക്കെയാണല്ലോ ഗാർഹസ്ഥ്യത്തിൻ്റെ ഭാവം സൂചിപ്പിക്കുന്നത്. അതൊന്നും അവർ ഓർമ്മിച്ചതേയില്ല എന്ന് സൂചിപ്പിച്ചു. കമൻട്രി പ്രത്യേകം സൂചിപ്പിക്കും, അന്ധകാരം നിമിത്തം കൃഷ്ണാന്വേഷണം നിർത്തിയെന്ന് മാത്രമല്ലാതെ ഇവർ അവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് ശങ്കിക്കേണ്ട. ഇവരുടെ മനസ്സ് മുഴുവനും ശ്രീകൃഷ്ണനിൽ ഇരിക്കും. ഇതാണ്. അപ്പം വികാരപരമായ മനസ്സും വിചാരപരമായ ബുദ്ധിയും, അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. വികാരപരമായ മനസ്സും വിചാരപരമായ ബുദ്ധിയും, ഇത് രണ്ടും ഒരുപോലെ ഭഗവാനിൽ എത്തണം. സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരം സൂക്ഷ്മതലങ്ങളിൽ മനസ്സിലും ബുദ്ധിയിലും ഉണ്ടാകുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ച് ഇരിക്കും. കാരണം കണ്ണിന് ഇന്നതേ കാണൂ എന്ന് വല്ല നിയമമുണ്ടോ? അശ്ലീല സിനിമ കണ്ടപ്പോൾ കണ്ണ് കൂടുതൽ ആസ്വദിച്ചു, അല്ല മോശമായത് കണ്ടപ്പോൾ ഇല്ല എന്നർത്ഥം. കണ്ണിന് ഒരേ ഉള്ളൂ, ഇല്ലേ? ഫിസിക്സ് പഠിച്ചാലും ഒക്കെ നമ്മൾ അറിയുന്നതാണ്. ആ ഒബ്ജക്റ്റിലെ ആ ലൈറ്റ് ഇതിൽ വന്നു, ഇതിൽ നിന്ന് ജയിച്ച് ഈ ഒരു ജോലിയേ ഉള്ളൂ. ഈ കണ്ടത് നല്ലതാണെന്നും അല്ലാത്തതാണെന്നും ഒക്കെ വേർതിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ വരുന്ന വ്യവഹാരങ്ങളാണ്. അതുകൊണ്ടാണ് പ്രത്യേകം അത് സൂചിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? എന്നിട്ട് അവിടെ രാത്രിയിൽ ആ കാളിന്തിയുടെ ഒരു മണൽത്തിട്ടയിൽ, അതാണ് സൂചിപ്പിച്ചത്. പുനഃ പുളിനമാഗത്യ കാളിന്ത്യ കൃഷ്ണഭാവനാഹ സമവേദാ ജഗുഃ കൃഷ്ണം തദാഗമനകാംക്ഷിതാഹ. അതാണ് പ്രത്യേകത. അതാണ് ഇത്രയും ആയിട്ടും അവർക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മടുപ്പോ വെറുപ്പോ, പഴയൊരു പാട്ടല്ല, താമസം എന്തേ വരുവാൻ, ആ ഒരു ചിന്തയില്ല. താമസിക്കും തോറും ആ ഭാവം ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് പല ഭാവങ്ങളിലായിട്ട് നമുക്ക് ഇത് ഉറപ്പിക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഒരു അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ഉടനെ, അല്ലേ, ഞാൻ എത്ര കാലമായിട്ട് ഇനിയിപ്പോൾ പാടില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? എല്ലാവരും കൂടിയുണ്ട് തദാഗമനകാംക്ഷിതാഹ, ഭഗവാൻ വരുന്ന ഈ ഒരു ഉറപ്പാണ്. മുട്ടുപിൻ തുറക്കപ്പെടും അല്ലേ? എന്തെങ്കിലും ഒരു ദിവസം ഇത് മുട്ടിക്കൊണ്ടേയിരിക്കൂ. ഇപ്പോൾ ഫോൺ ചെയ്ത് 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചു, സാരമില്ല, വീണ്ടും വിളിച്ചു നോക്കൂ, എപ്പോഴെങ്കിലും ഒരു തവണ പറയുന്ന പോലെയാണ്. എന്തുകൊണ്ട്? കൃഷ്ണഭാവനാഹ, ആ കൃഷ്ണനിൽ അവർക്ക് അതുപോലൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധിപരമായ ഒരു ഉറപ്പാണ് വികാരപരമായ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ശാസ്ത്ര പഠനത്തിൽ കൂടി സത്സംഗത്തിൽ കൂടി ഈ ഉറപ്പ് നമുക്ക് വരണം. അപ്പോൾ മാത്രമാണ് ഈ ഗോപികമാരുടെ ഭാവത്തിൽ നമുക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ അതിന് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഇവിടെ നിർത്തി 31-ാമത്തെ അധ്യായം നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഹരിയാം ഹരിയാം ഹരിയാം.